ടു ദി എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ വർണ്ണിത മിസ് ആണ്. 6th സ്റ്റാൻഡേർഡിലെ ഓണം എക്സാം അല്ലെ, ഓണം എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ അകത്തുള്ള ഇംഗ്ലീഷ് എക്സാം അല്ലെ, ഇറ്റ്സ് അറൌണ്ട് ദി കോർണർ. മിസ്സേ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം ആവാനായി. ഇതിനകത്ത് നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ആയിരിക്കുമല്ലോ എന്റെ മക്കൾ ഇരിക്കുന്നത്. മക്കളെ, നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം, ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഭിപ്രായം അത് നിങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യണം. അതേപോലെ മക്കളെ, നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ നോട്ട്സ് അല്ലെ, ഈ ഒരു എല്ലാ ക്ലാസ്സസിന്റെയും നോട്ട്സ് ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള ലിങ്ക് കാണാം. സോ നിങ്ങൾ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മുടെ ആ വീഡിയോയിലേക്ക് പോവാം അല്ലെ. യെസ്, സിൻഡ്രല്ല എന്താണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് അല്ലെ. അയ്യോ മിസ്സേ, എത്രത്തോളം പേജാണ് ഇത്, ഒരുപാട് ദിവസം എടുത്തിട്ടാണ് ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഒക്കെ എടുത്തു തീർത്തത് അല്ലെ. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ അല്ലെ, ഇപ്പം ഡിസ്നിയുടെ മൂവി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ സിൻഡ്രല്ലയുടെ കഥ ഒന്നെങ്കിലും കാണുമോ, സിനിമയായിട്ട് കാണുമോ അല്ലെങ്കിൽ എവിടെയും കേൾക്കുമോ, അങ്ങനെ നമുക്ക് ഭയങ്കര പരിചയമുള്ള ഒരു കഥയാണല്ലേ സിൻഡ്രല്ലേണ്ടത്. സോ ആ സ്റ്റോറി നമുക്കിപ്പോ ഈ വർഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുകയാണ്. അപ്പൊ മക്കളെ എന്താ അതിൻ്റെ അത് നിങ്ങൾ അറിയാം അല്ലെ, ഈ സിൻഡ്രല്ല അല്ലെ, പാവം കുട്ടി. സോ ഷീ വാസ് ആൻ ഓർഫൻ അല്ലെ, അവളുടെ അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ബട്ട് അവർ രണ്ടുപേരും ഇപ്പൊ ഇല്ല. സോ നൗ ആരാണ് അവളുടെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും ആണ് സിൻഡ്രല്ലന്റെ കൂടെ ഉള്ളത്. ആൻഡ് ആ സമയത്താണ് ആ നാട്ടിലെ കിങ് എന്ത് ചെയ്യുന്നത് അല്ലെ, അവിടെ ഒരു ബോൾ നൈറ്റ് അല്ലെ, ഒരു ബോൾ നൈറ്റ് അറേഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഓൾ ദി അതർ ലേഡീസ് ആർ ഗോയിങ് ടു പ്രിപ്പയർ ഓർ ആർ പ്രിപ്പയറിംഗ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ബോൾ. സോ ഈ ബോളിൽ പോവാൻ നമ്മുടെ സിൻഡ്രല്ലയ്ക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണ്, ഷീ വാസ് അല്ലെ, അവളുടെ ഡ്രസ്സിലൊക്കെ ഫുള്ളും സിൻഡേഴ്സ് ആണ്. അവൾക്ക് അങ്ങനെ ആ ഒരു ബോളിന് പോകാൻ വേണ്ടി കഴിയുന്നില്ല. സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും അതിന് സമ്മതിക്കുന്നില്ല. ദേ വെർ വെരി റൂഡ് ഓർ ദേ വെർ വെരി മീൻ ടു ഹർ. സോ എങ്ങനെയാണ് ഇവൾ ഇതിന് പോവാ? ആ ഒരു ഫെയറി ഗോഡ് മദർ അല്ലെ, ഫെയറി ഗോഡ് മദർ വന്നിട്ട് എന്ത് ചെയ്യണം മക്കളെ, സിൻഡ്രല്ലനെ സമാധാനിപ്പിക്കുകയാണ്. സാരല്ല മോളെ, നീ കരയണ്ട, നിനക്ക് വേണ്ട പരിപാടികളൊക്കെ ഫെയറി ഗോഡ് മദർ ചെയ്യാമെന്ന് പറയുന്നു അല്ലെ. സോ നിങ്ങൾ അത് വായിക്കുന്ന ആ ഒരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് എന്താ അവർ തമ്മിലുള്ള ഈ ഫെയറി ഗോഡ് മദറും സിൻഡ്രല്ലയും തമ്മിലുള്ള കോൺവെർസേഷൻ ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോടാ? ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇമാജിൻ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ചിലപ്പം എക്സാമിന് ചോദിക്കുന്നത് ഈ ഒരു ഇമാജിനേഷൻ ആയിരിക്കും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണെടാ, write a possible conversation between Cinderella and fairy godmother. Minimum 4 exchanges. Minimum 4 exchange. എന്താണ് ഈ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാല്? എടാ മിസ് പറഞ്ഞുതരാം എന്താണ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞുതരാം. ഇപ്പതാ സിൻഡ്രല്ലയാണ് ഒരു ഡയലോഗ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അടുത്ത ഡയലോഗ് പറഞ്ഞിട്ടുണ്ടോ ഫെയറി ഗോഡ് മദർ ആയിരിക്കും. ഇതാണ് ഒരു എക്സ്ചേഞ്ച്. രണ്ടാമത്തത് വീണ്ടും സിൻഡ്രല്ല, പിന്നെ ഫെയറി ഗോഡ് മദർ. ഓക്കെ, രണ്ടാമത്തെ എക്സ്ചേഞ്ച് ആയി. മൂന്നാമത്തത് സിൻഡ്രല്ല, പിന്നെ ഫെയറി ഗോഡ് മദർ. ഈ FGM എന്ന് പറഞ്ഞ ഫെയറി ഗോഡ് മദർ ആട്ടോ. യെസ്, സോ ഇതാണ് മൂന്നാമത്തത്. ഇങ്ങനെ മിനിമം 4 എക്സ്ചേഞ്ച് ഉള്ള ഒരു കോൺവെർസേഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. മിനിമം 4 എക്സ്ചേഞ്ച് ആണ്, മാക്സിമം അല്ല. മിനിമം 4 എക്സ്ചേഞ്ച് ഉള്ള ഒരു കോൺവെർസേഷൻ എഴുതണം. അതിൽ കൂടി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കുറയാതെ മാക്സിമം നോക്കാം. നിങ്ങൾക്ക് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും 3 എക്സ്ചേഞ്ചിനോ 4 എക്സ്ചേഞ്ചിനോ 5 എക്സ്ചേഞ്ചിനോ തരും. സോ അതിനനുസരിച്ച് എഴുതാം കേട്ടോ. അപ്പൊ എന്താണിടാ, അവിടെ ഫെയറി ഗോഡ് മദർ അവിടെ അപ്പിയർ ചെയ്തിട്ട് സിൻഡ്രല്ലന്റെ അടുത്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാനല്ലേ, എന്റെ കുട്ടിക്കാരെയൊന്നും വേണ്ട, ഓക്കെ ഐ ഡു വാട്ട് എവർ അല്ലെ. അവള് ആ ഒരു ബോളിന് പോവാന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ക്ലോത്ത്സും പിന്നെ എന്താണ് ആ ഒരു കാർട്ട് അല്ലെ, ഒരു കാരവനും ആൻഡ് ഓൾസോ അറ്റയർ അല്ലെ, മൊത്തം ക്ലോത്ത്സ് മാത്രമല്ല ഷൂസ് എവറിത്തിങ് അല്ലെ. ഫെയറി ഗോഡ് മദർ മേക്സ് എ വെരി ബ്യൂട്ടിഫുൾ. സോ ആ ഒരു കോൺവെർസേഷൻ ഒന്ന് നമുക്ക് നോക്കിയാലോ, എങ്ങനെയായിരിക്കും മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവർ തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കും അല്ലെ. നമ്മുടെ സിൻഡ്രല്ല പറയൂ അല്ലെ ഫെയറി ഗോഡ് മദറിന്റെ അടുത്ത്, ആദ്യം പരാതി പറയും, എനിക്കിങ്ങനെ ബോളിന് പോകണമെന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി ക്ലോത്ത്സ് അല്ലെ, എനിക്ക് നല്ല ക്ലോത്ത്സ് ഒന്നും ഇല്ല എന്ന് പറയും. സോ ഫെയറി ഗോഡ് മദർ എന്ത് പറയും, ദാറ്റ്സ് ഓക്കെ ഫൈൻ, എന്തിനാ ഇങ്ങനെ വറി ചെയ്യുന്നത്, ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തരാന്ന്. സോ സിൻഡ്രല്ലന്റെ ഒരു ടെൻഷൻ എന്താണ്, അല്ലെങ്കിൽ സിൻഡ്രല്ല ഗെറ്റ്സ് വറീഡ്. എന്തിനാ? ബിക്കോസ് സ്റ്റെപ്പ് മദറോ അല്ലെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്റേഴ്സോ അവിടുന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയുണ്ട് അല്ലെ. ആ സമയത്ത് എന്താണ് നമ്മുടെ ഫെയറി ഗോഡ് മദർ assures that they won't recognize you.
അവരൊന്നും നിന്നെ തിരിച്ചറിയാൻ പോകുന്നില്ല, ഇല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ടെൻഷൻ ഒന്നും വേണ്ട, നിന്നെ ഞാൻ സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞിട്ട് ഫെയറി ഗോഡ് മദർ എന്താണ് അവളെ റെഡി ആക്കി വിടുന്നതാണ് അല്ലെ. സോ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ നോക്കിയാലോ, നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ നല്ലൊരു കോൺവെർസേഷൻ മിസ് കാണിച്ചു തരാം കേട്ടോ. നോക്ക് മക്കളെ, ഫസ്റ്റ് വൺ ആദ്യത്തെ സിൻഡ്രല്ലയാണ് തുടങ്ങുന്നത്. സിൻഡ്രല്ല, ഓ ഫെയറി ഗോഡ് മദർ, I am so sad. My stepsisters are going to the ball, but I am not allowed to go. മക്കളെ, നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ കോൺവെർസേഷൻ എഴുതുന്ന സമയത്ത് അതിനൊരു ഫോമാറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്നാമത് നിങ്ങൾ ഏതൊക്കെ ക്യാരക്ടേഴ്സ് തമ്മിൽ, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സിൻഡ്രല്ല ആൻഡ് ഫെയറി ഗോഡ് മദർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണെന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾക്കറിയാം ഏതൊക്കെ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ളതാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ആ രണ്ട് ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. പിന്നെടാ, നമ്മൾ കോൺവെർസേഷൻ ആവുന്ന സമയത്ത് ഇപ്പൊ സിൻഡ്രല്ല എന്ന് എഴുതിയിട്ട് സിൻഡ്രല്ലിന്റെ ഡയലോഗ് പറഞ്ഞ സമയത്ത് കണ്ടോ, ഒരു രണ്ട് ഇങ്ങനെ, ഇതിന് കോളൻ എന്നാട്ടോ പറയാ, ഇതിന് കോളൻ എന്നാ പറയാ, ഈ രണ്ട് കുത്തിടുക. അപ്പം സിൻഡ്രല്ല പറയുന്ന ഡയലോഗ് ആണ് അതെന്ന് അറിയാം. അത് കഴിഞ്ഞ ശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇട്ട് ഫെയറി ഗോഡ് മദർ പറയുന്ന ഡയലോഗ് ആവുന്ന സമയത്ത് അവിടെ പറഞ്ഞതിന് ശേഷം കണ്ടോ ഒരു കോളൻ ഇവിടെ ഫെയറി ഗോഡ് മദർ. അങ്ങനെ രണ്ട് പേരാണെന്നുള്ളതിന് നമ്മൾ പേരിങ്ങനെ സൂചിപ്പിക്കണം കേട്ടോ, അപ്പോഴേ ഉള്ളൂ അതൊരു കോൺവെർസേഷൻ ആണെന്ന് മനസ്സിലാവുക. അല്ലെങ്കിൽ ഇപ്പം ഇതിന് ഈ സിൻഡ്രല്ല ഒന്നും മാറ്റി തിരിച്ചിട്ടില്ല, അതായത് മിസ് ഈ കോളൻ ഒന്നും ഇട്ട് ഇങ്ങനെ ഒന്നും ആക്കിയിട്ടില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് അതൊരു ഒരു കോൺവെർസേഷൻ ആയിട്ട് കണ്ടാൽ തോന്നില്ല, ഒരു പാരഗ്രാഫ് പോലെ ഇരിക്കും അല്ലെ. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പെൻസിൽ, അതായത് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷവും അയ്യോ അത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾ പെൻസിൽ എടുത്തിട്ട്, അതായത് ആൻസേഴ്സ് എഴുതി കഴിഞ്ഞ ശേഷം, ആൻസേഴ്സ് എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് എന്ത് ചെയ്യാ, ഈ സിൻഡ്രല്ല അതിനടിയിൽ ഒരു അണ്ടർലൈൻ വരയ്ക്കുക, ഫെയറി ഗോഡ് മദർ അണ്ടർലൈൻ ചെയ്യുക, സിൻഡ്രല്ല അണ്ടർലൈൻ ചെയ്യുക. സോ ഇതൊക്കെയാണ് ഡയലോഗ്സ്, അതായത് അവരൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്നുള്ളത് പെട്ടെന്ന് സ്പോട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. സോ അതൊക്കെ ടിപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് നോക്കണം. സിൻഡ്രല്ല, ഓ ഫെയറി ഗോഡ് മദർ അല്ലെ, ഓ ഫെയറി ഗോഡ് മദർ, ഐ ആം സോ സാഡ്, ഞാൻ ഒരുപാട് വിഷമത്തിലാണ്. മൈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആർ ഗോയിങ് ടു ദി ബോൾ, ബട്ട് ഐ എം നോട്ട് അലൗഡ് ടു ഗോ. എന്റെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എല്ലാം ബോളിന് പോകുന്നുണ്ട്. ബോൾ എന്താണെന്ന് അറിയാലോ അല്ലെ, ഈ ഒരു ലെസൺ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. സോ ബോൾ എന്താണെന്ന് മിസ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ ഒരു എന്താ റോയൽ ഒരു പാർട്ടിയാണ് അല്ലെ, ഇവരെല്ലാരും കൂടെ ഇങ്ങനെ എന്താ യങ് ആയിട്ടുള്ള പീപ്പിൾ, ദേ മീറ്റ് ദേർ, ദേ ഡാൻസ് അല്ലെ. അങ്ങനെയുള്ള മാരേജ് പ്രപ്പോസൽസ് ഒക്കെ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു നൈറ്റ് ആണ് ഈ ബോൾ നൈറ്റ് ഇടാ. സോ അവിടെയുള്ള വലിയ വലിയ പണക്കാരോ അല്ലെങ്കിൽ രാജാക്കന്മാരോ ഒക്കെയാണ് ഈ ബോൾസ് അറേഞ്ച് ചെയ്യുക ബോൾ ബോൾസ് അറേഞ്ച് ചെയ്യുക. ദെൻ സോ ബട്ട് ഐ എം നോട്ട് അലൗഡ് ടു ഗോ, പക്ഷെ എനിക്ക് അവിടെ പോവാൻ അനുവാദമില്ല. സോ ഫെയറി ഗോഡ് മദർ, ഡോണ്ട് വറി ഡിയർ, ഐ ആം ഹിയർ ടു ഹെൽപ്പ്. എന്താണ് ഡോണ്ട് വറി അല്ലെ, ഡോണ്ട് വറി, നീ പേടിക്കണ്ട, ഡോണ്ട് വറി ഡിയർ, ഐ ആം ഹിയർ ടു ഹെൽപ്പ്, ഞാൻ ഇവിടെ നിന്നെ സഹായിക്കാനുണ്ട്. കണ്ടോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. എങ്ങനെ പറഞ്ഞേ, ഐ ആം ഹിയർ ടു ഹെൽപ്പ്, ഞാൻ ഇവിടെ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ട്. യു ഷാൽ ഗോ ടു ദി ബോൾ ആൻഡ് മീറ്റ് ദി പ്രിൻസ്. എന്താണ് യു ഷാൽ ഗോ ടു ദി ബോൾ, നീ ആ ബോളിന് പോകണം. ആൻഡ് യു ഷുഡ് മീറ്റ് ദ പ്രിൻസ് അല്ലെ, എന്നിട്ട് പ്രിൻസിനെ മീറ്റ് ചെയ്യണം എന്ന് പറയാണ്. ദെൻ സിൻഡ്രല്ല, ബട്ട് ഐ ഡോണ്ട് ഹാവ് എ ഡ്രസ് ഓർ ഷൂസ്. പക്ഷെ എനിക്ക് എന്തില്ല, ഒരു നല്ല ഡ്രസ്സോ അല്ലെങ്കിൽ ഷൂസോ ഇല്ല. ബട്ട് ഐ ഡോണ്ട് ഹാവ് എ ഡ്രസ് ഓർ ഷൂസ്. ദെൻ ആൻഡ് ഹൗ വിൽ ഐ ഗെറ്റ് ദേർ, ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് പോകുക അല്ലെ. ആൻഡ് ഹൗ വിൽ ഐ ഗെറ്റ് ദേർ, ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കും. ദെൻ ഫെയറി ഗോഡ് മദർ, ലീവ് ദാറ്റ് ടു മീ, അതെനിക്ക് വിട്ടേക്ക്. ലീവ് ദാറ്റ് ടു മീ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എനിക്ക് വിട്ടേക്കു, കുഴപ്പമില്ല. ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ് അബൌട്ട് ഇറ്റ് ഓർ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് അല്ലെ. ലീവ് ദാറ്റ് ടു മീന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് അങ്ങനെ എഴുതാം കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് അങ്ങനെ എഴുതാം, കുഴപ്പമില്ല. ലീവ് ദാറ്റ് ടു മീക്ക് പകരം അതെനിക്ക് വിട്ടേക്കു എന്നുള്ളതാണ്. I'll wave my wand and make everything happen. ഈ ഫെയറി ഗോഡ് മദറിന്റെ കയ്യിൽ എന്തുണ്ടാ, മാജിക് വാൻഡ് ഉണ്ട്. സോ ഞാൻ എന്റെ മാജിക് വാൻഡ് വേവ് ചെയ്യാം. വേവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇങ്ങനെ കൈ ആട്ടുന്ന എനിക്കാണല്ലേ വേവ് ചെയ്യാന്ന് പറയാം. സോ ഞാൻ എന്റെ മാജിക് വാൻഡ്, ഇതിപ്പോ മാജിക് വാൻഡ് ആണെന്ന് ഇരിക്കുക, ഈ പെന്നാണ് മാജിക് വാൻഡ് എന്ന് ഇരിക്കുക. ഐ വിൽ വേവ് മൈ മാജിക് വാൻഡ് അല്ലെ, ഞാൻ എന്റെ മാജിക് വാൻഡ് വേവ് ചെയ്യാം. ആൻഡ് മേക്ക് എവറിത്തിങ് ഹാപ്പൻ, ആബ്രകഡാബ്ര ഷൂ അല്ലെ, എല്ലാം ആക്കി തരാമെന്ന്, എല്ലാം സെറ്റ് ആക്കി തരാമെന്ന് പറയാൻ കേട്ടോ. Then Cinderella, oh thank you, but what about my stepsisters? They are so mean to me. അപ്പൊ അവള് ഭയങ്കര ഹാപ്പി ആയി. ഷീ സേയിങ്, ഓ താങ്ക് യു, എന്താണല്ലേ ഫെയറി ഗോഡ് മദറിന്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. ബട്ട് വാട്ട് അബൌട്ട് മൈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, പക്ഷെ എന്റെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിന്റെ കാര്യം എന്ത് ചെയ്യും? ദേ ആർ സോ മീൻ ടു മീ. മീൻ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ക്രൂരമായിട്ട് അല്ല, അവരെന്റെ അടുത്ത് ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. റൂഡ്
അപ്പൊ ചോദിക്കും മിസ്സേ റൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? റൂഡ് എന്താണെടാ? റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ദുഷ്ടത്തരം എന്നൊക്കെ പറയില്ലേ, ഒരു മീനായിട്ട് ദുഷ്ടതരം അല്ലെങ്കിൽ ഭയങ്കര ഒരു ഉള്ളിൽ ഭയങ്കര ക്രൂരത വെച്ചിട്ട് പെരുമാറുന്നതിന് മീൻ എന്ന് പറയും കേട്ടോ. സോ ദേ ആർ സോ മീൻ ടു മീ, അവർ എൻ്റെ അടുത്ത് ഭയങ്കര ക്രൂരമായാണ് പെരുമാറുന്നത്. ഫെയറി ഗോഡ് മദർ, ഡോണ്ട് വറി അബൌട്ട് ദം, നീ അവരെ കുറിച്ച് ഓർത്ത് വറി ചെയ്യേ വേണ്ട. ഡോണ്ട് വറി അബൌട്ട് ദം, ജസ്റ്റ് ബി യുവർ സെൽഫ്, നീ ആയിട്ടിരിക്കുക. ജസ്റ്റ് ബി യുവർ സെൽഫ് ആൻഡ് ഹാവ് ഫൺ, അല്ലെ? നീ എന്ത് ചെയ്യാ? നീ അവരെ കുറിച്ച് ആലോചിക്കണ്ട. ഡോണ്ട് ഗെറ്റ് വറീഡ് അബൌട്ട് ദം, അവരെ കുറിച്ച് ആലോചിക്കുക ചെയ്യണ്ട. ജസ്റ്റ് ബി യുവർ സെൽഫ്, നീ എന്ത് ചെയ്യാ? നീ ആയിട്ടിരിക്കുക. ആൻഡ് ഹാവ് ഫൺ, എന്നിട്ട് നല്ല സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് അവിടെ പോയി ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞിട്ട് വാ. Your kindness will shine through, നിന്റെ kindness അല്ലേ? Cinderella was a very kind girl, a very pretty, kind, calm girl. So അവള് ഫെയറി ഗോഡ് മദർ പറയാണ് your kindness will shine through, നിന്റെ kindness, നിന്റെ ദയയാണ് നിന്നെ അവിടെ തിളക്കമുള്ളവളാക്കുന്നത്, അല്ലെ? നിനക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയും. സോ ഡോണ്ട് വറി, ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറയാണ്. സിൻഡ്രല്ല, what if I make a mistake or forget what to do? ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താലോ? or forget what to do, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ മറന്നു പോയാലോ എന്ത് ചെയ്യും? അല്ലെ? what if I make a mistake, ഞാനൊരു മിസ്റ്റേക്ക് ചെയ്താലോ? or forget what to do, ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം മറന്നുപോയാലോ? ഫെയറി ഗോഡ് മദർ, you will be fine dear, എന്താ അല്ലെ? പേടിക്കണ്ട, you will be fine, ഒരു കുഴപ്പം ഉണ്ടാവുന്നില്ല, എല്ലാം സെറ്റ് ആയിരിക്കും. you will be fine. just remember to leave before midnight, ഒരൊറ്റ കാര്യം നീ ഓർത്താ മതി. നമുക്കറിയാം അല്ലെ എന്തായിരുന്ന കാര്യം? just remember that, എന്താണത്? leave before midnight, ആവുന്നതിന്റെ മുന്നേ അവിടുന്ന് തിരിച്ചു പോരണം. വേറെ വിഷയമൊന്നുമില്ല, ഈ കുഴപ്പമൊന്നുമില്ല. or magic will wear off, എന്താണ്? ഇല്ലെങ്കിൽ magic will wear off, അല്ലെ? നീ 12 midnight ആവുമ്പോഴത്തേക്കും when the clock strikes 12, അല്ലെ? ആ ക്ലോക്ക് 12 സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് you have to leave the palace. if not, the magic will wear off, അല്ലെ? മാജിക്, നിന്റെ നല്ല ക്ലോത്ത്സ് എല്ലാം ഈ പറഞ്ഞ കീറത്തുണികളായി പോകും. ആൻഡ് ആ ഒരു ഷൂസ് അല്ലെ, അതൊക്കെ മാറും. ദെൻ ഇവള് വന്ന ക്യാരേജ് അല്ല, ആ ഒരു പംകിൻ ക്യാരേജ്, അത് മാറുന്നുണ്ട് അല്ലെ? ആ ഒരു ക്യാരേജ്, അതിന്റെ രൂപം മാറും. ആൻഡ് ഈ മൗസ് അല്ല, ആ രണ്ട് കുഞ്ഞു എലികൾ, അത് കുതിരയായിരുന്നു, അത് തിരിച്ച് എലിയാവും. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. സോ യു ഹാവ് ടു ലീവ് ദി പാലസ് ബിഫോർ 12, ആ 12 മണി ആവുന്ന മുന്നേ, നീ മിഡ്നൈറ്റ് ആവുന്നതിന് മുന്നേ യു വിൽ ഹാവ് ടു ലീവ് ദി പാലസ്, ഇല്ലെങ്കിലാണ് പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞു കൊടുക്കും. Then Cinderella, oh thank you so much fairy godmother, I'm so grateful for your help, അല്ലേ? oh thank you so much. So she is now on top of the world, she is feeling very happy, ഭയങ്കര സന്തോഷമായിട്ടാണ് സിൻഡ്രല്ല ഉള്ളത്. എന്താ? ഫെയറി ഗോഡ്മദറിനോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ഹെൽപ്പ്, താങ്കളുടെ ഈ ഒരു ഹെൽപ്പിന് ഞാൻ ഏറെ നന്ദിയുള്ളവളാണ്. ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര നന്ദിയുള്ളവളാണെന്നാണ് കേട്ടോ പറയാ. അതായത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ടെന്ന് പറയണേ. ഫെയറി ഗോഡ് മദർ, യു ആർ വെൽക്കം ഡിയർ. ഓക്കെ, യു ആർ വെൽക്കം ഡിയർ. നൗ ഗോ ആൻഡ് എൻജോയ് ദി ബോൾ, അല്ലെ? എന്താണ്? ഗോ ആൻഡ് എൻജോയ് ദി ബോൾ, നീ പോയിട്ട് എൻജോയ് ചെയ്യ്. ദിസ് ഇസ് യുവർ ടൈം, ബി യുവർ സെൽഫ്, അല്ലെ? നീ നന്നായിട്ട് നീ ആയിട്ട് ഇരിക്കുക, അടിപൊളിയാക്കെന്ന് പറയണേ. ആൻഡ് റിമെമ്പർ, ഐ എം ഓൾവേസ് ഹിയർ ഫോർ യു, ഓർമ്മ വെച്ചോളൂ, ഐ എം ഓൾവേസ് ഹിയർ ഫോർ യു, ഞാനിവിടെ നിനക്ക് എപ്പോഴും ഉണ്ടെന്നുള്ളൊരു ഒരു അഷ്വറൻസും കൂടെ കൊടുക്കുകയാണ്, അല്ലെ? ഒരു അഷ്വറൻസും കൂടെ അവര് കൊടുക്കുകയാണ്. സോ ഓക്കെ, ഫെയറി ഗോഡ് മദർ അങ്ങനെ ഒരു അഷ്വറൻസ് കൂടെ കൊടുത്ത് എന്ത് ചെയ്യണം? നമ്മുടെ സിൻഡ്രല്ലനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിടാണ്. സോ അത്രയും വരെയുള്ള ഒരു കോൺവെർസേഷൻ ആണ് മക്കളെ മിസ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ എന്തായിരിക്കും അവർ തമ്മിൽ ആ സമയത്ത് സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു ഐഡിയ ഏകദേശം കിട്ടിയല്ലോ, ഇല്ലേ? ഇനി നിങ്ങൾക്ക് എന്താ യെസ്, അങ്ങനെ ഫെയറി ഗോഡ് മദർ എന്താ ആ മാജിക് വാൻഡ് ഒക്കെ ഇങ്ങനെ വേവ് ചെയ്തിട്ട് ടേൺസ് സിൻഡ്രല്ല, അല്ല അവളുടെ ആ സിൻഡ്രല്ലയുടെ റാഗ്സ് ഒക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നല്ല ഷൈനിങ് ആയിട്ടുള്ള ക്ലോത്ത്സും നല്ല അടിപൊളി ഒരു ക്യാരേജും ഒരു പ്രിൻസസ് ആക്കിയിട്ടാണ് സിൻഡ്രല്ലനെ ആ ഒരു പാലസിലേക്ക് ഇടുന്നത്. സോ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ ഫോർ യു. ഈ കോൺവെർസേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പൊ മിസ് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ മക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇതിന്റെ കമന്റും ഒക്കെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. Okay, so we'll meet in our next class. Till then, bye-bye.